ഇന്നത്തെ ഏതായാലും നമുക്കിനി ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും ഹാർനസ് ഫിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് സർ, ഇന്ന് ഈ ഒരു ആഴ്ചയിൽ ഒരു ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോഴും 24,800 എന്നുള്ളൊരു നില സസ്റ്റെയിൻ ചെയ്യാനായിട്ട് മാർക്കറ്റിന് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് വീക്കിലേക്കൊക്കെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് GST ആയിരുന്നു ഏറ്റവും വലിയൊരു കരുത്തായിട്ട് മാർക്കറ്റിന് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നിലവിലത്തെ ഈ ഒരു സിനാരിയോയിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ഒരു ബുള്ളിഷ് സെന്റിമെന്റിലേക്ക് കടന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ടെക്നിക്കൽ ആസ്പെക്ട്സ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പൊതുവെ നിലനിൽക്കുന്നത്. ഈ 24,800 മുകളിൽ നിൽക്കുന്നത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റിമെന്റ് ആണ്. പിന്നെ ഓൾ ടുഗദർ നമ്മുടെ ന്യൂസ് വന്നത് ഉടനെ തന്നെ എല്ലാ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. കാരണം വാല്യൂ ബേസ്ഡുള്ള ബൈ ആണ് മാർക്കറ്റിൽ എപ്പോഴും നടക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് ആണ്. അത് സ്ലോ ആണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റും ആണ്, അതുപോലെ സ്റ്റഡിയും ആയിരിക്കും. ഇപ്പം സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ ഹെൽത്തി ആയിട്ട് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റീവ് മൂവ്മെന്റ്സ് തന്നെ ആയിരിക്കും. വേഗതയിലുള്ള അല്ലെങ്കിൽ സ്പീഡിലുള്ള മൂവ്മെന്റ്സിനേക്കാൾ നല്ലത് സ്ലോ ആയിട്ടുള്ള ചെറിയ ചെറിയ ഇഞ്ചസ് ആയിട്ട് മുകളിലോട്ട് പോകുന്ന ഒരു ട്രെൻഡ് ആണെങ്കിൽ ഇപ്പോൾ അത് വളരെയധികം ഹെൽത്തി ആയിരിക്കും. സോ എനിക്ക് തോന്നുന്നത് ഒരു 25,150 ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. ഈ 25,000-നും 25,150 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും, പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ നമ്മളൊരു സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 24,650 ഇപ്പൊ ഇമീഡിയറ്റ് നമുക്കൊരു സപ്പോർട്ട് സോൺ പറയാനായിട്ട് കഴിയുന്നത്. ഈ ഒരു ലെവലിലേക്ക് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഈ വീക്കിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ. എനിവേ എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്, ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതെല്ലാം തന്നെ നിഫ്റ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ബട്ട് നമുക്ക് ഒരുപാട് സ്റ്റോക്സുകളെല്ലാം തന്നെ ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ വാല്യൂഷനിലൊക്കെ ഉണ്ട്. അപ്പൊ അതിലെല്ലാം തന്നെ ആയിരിക്കും ബൈ വരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് കാണുന്നത് പുതിയ പുതിയ ടെക്നോളജി സ്റ്റോക്സുകളിലൊക്കെ വരുന്നത്. ഞാൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ IT ഫീൽഡല്ല, അല്ലാതെ തന്നെ ഉള്ള ടെക്നിക്കലി അല്ലെങ്കിൽ സെമി കണ്ടക്ടർ അതേപോലെയുള്ള സ്റ്റോക്സുകളിലൊക്കെ തന്നെ ബൈ വരുന്നതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു ഡയറക്ഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. യെസ്, ഏതായാലും നമ്മൾ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നാലും ഇന്നിപ്പോൾ 54,329 എന്നുള്ളൊരു ഡേ ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ വളരെ ഗ്രാജ്വലി മൂവ് ചെയ്യുന്നതാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കഴിഞ്ഞ വീക്കിലൊക്കെ തന്നെ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റിയിലും അത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ഇതുവരെ വന്നിട്ടില്ല. ബട്ട് വരാനുള്ള സാധ്യതയാണ്. ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിലേക്കാണ് ഇപ്പോൾ 54,000 നിലയിലെല്ലാം നിൽക്കുന്നു എന്നത് വളരെയധികം പോസിറ്റീവാണ്. ഇവിടെ ഒരു സ്പീഡി ആയിട്ടുള്ള മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം മാർക്കറ്റ് 54,200 അല്ലെങ്കിൽ ഈ അറൌണ്ട് 54,300 എബോവ് ഒക്കെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 700 അടുത്തേക്ക് വരാനുള്ള ഒരു 500 പോയിന്റ് മൂവ്മെന്റ്സ് ഇമീഡിയറ്റ് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ന് അടുത്ത ദിവസങ്ങളിലൊക്കെ വരും എന്നാണ്. ഒരു സ്പീഡി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട്. ബട്ട് ഇപ്പോൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രിഗർ പോയിന്റ്സ് ആ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടില്ല. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ. അപ്പൊ അതൊന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ അത് ക്യാച്ച് ചെയ്യുന്നതായിരിക്കും ഒരു റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചൊരു നല്ലത്. അതിന് 54,000 തന്നെയാണ് നമുക്ക് ഇമീഡിയറ്റ്ലി ഒരു നല്ലൊരു സപ്പോർട്ട് എന്ന് പറയാനായിട്ട് ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ മെറ്റൽ ഇൻഡെക്സ് തന്നെയാണ് ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നൽകുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിഫ്റ്റിക്ക് ഏറ്റവും അധികം സംഭാവന നൽകിക്കൊണ്ട് മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം 1.21% ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇയർ ടു ടിൽ ഡേറ്റിൽ പരിശോധിച്ചാലും ഓട്ടോ സെഗ്മെന്റിന് പിന്നാലെ മെറ്റലിലാണ് ഏറ്റവും വലിയ ഒരു മൂവ്മെന്റ് നമ്മൾ കണ്ടത്. 13% ഒരു മുന്നേറ്റം ഇയർ ടു ടിൽ ഡേറ്റിൽ നൽകിയിട്ടുണ്ട്. GSTയുടെ കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സ്ഥിതിഗതികൾ മെറ്റൽ മേഖലയിലേക്ക് വരുന്നു. ഇൻഡെക്സിൽ പ്രധാനപ്പെട്ട ഓഹരികളിലും നമുക്ക് അതിന്റെ ഒരു ബുള്ളിഷ് സെന്റിമെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. മെറ്റൽ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത എത്രമാത്രമാണ്? തീർച്ചയായിട്ടും അത് ട്രെൻഡ് കണ്ടിന്യൂ ഉള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. വളരെ കുറെ കാലത്തിന് ശേഷമാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റം അതിലേക്ക് ആ ഇൻഡെക്സിലേക്ക് വരുന്നത്. നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാണുന്നത് ഒരു 9,500 ഒക്കെ വരുമ്പോഴേക്കും വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതാണ്. ഇപ്പോഴാണ് അവിടെ 9,500 എബോവ് ഒക്കെ
എബോ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. കുറെ കാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ട് വളരെ റേഞ്ച് ബൗണ്ടായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇപ്പോൾ അതിനൊരു ഡയറക്റ്റ് മൂവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മൂവ്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഒരു 10,000 എബോ ഒക്കെ പോവുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ട് നല്ലൊരു മൂവ്മെന്റ്സ് അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡെക്സ് തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ വാച്ചിങ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെക്കേണ്ട ഒരു ഇൻഡെക്സ് ആണ്. ഇതിനനുസരിച്ചിട്ടുള്ള സ്റ്റോക്സ് മൂവ്മെന്റ്സുകൾ അപ്പുറത്തുണ്ടാവും. ആ മൂവ്മെന്റ്സിനനുസരിച്ചിട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്കത് പോസിറ്റീവ് ആണ് എന്നുള്ള ലെവലിലേക്ക് നോക്കുന്നതാണ്. 9500 ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ. പോസിറ്റീവായിട്ട് അതിനെ വാച്ച് ചെയ്യുക. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇന്നത്തെ ഇപ്പോൾ ഒരു ഫസ്റ്റത്തെ മിനിറ്റിലെ ട്രേഡിംഗ് നോക്കുന്ന സമയത്ത് ഒരു 3% കൂടുതൽ മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ടോപ്പ് ഗെയിനർ പട്ടികയിൽ ആദ്യമുള്ളത് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികൾ തന്നെയാണ്. നിലവിൽ 3.25% ഒരു മുന്നേറ്റം നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിലത്തെ ഈ ഒരു സിനാരിയോയിൽ ടാറ്റ മോട്ടോഴ്സിൽ ഏതെങ്കിലും ഒരു പുതിയ പൊസിഷൻ എടുക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊരു കൺസോളിഡേറ്റഡ് മൂവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 650ക്കും 750ക്കും ഇടയിലുള്ള ഒരു കൺസോളിഡേറ്റഡ് മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ ടാറ്റ മോട്ടോറിൽ കാണുന്നത്. എബോ 750 വിത്ത് വോളിയം അതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ലെവലിലേക്ക്, പഴയ ഒരു ലെവലിൽ റീഗെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 750 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ അവിടെയുണ്ട്. അതിന് എബോ ഒരു വോളിയം വന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് കാണുന്നു നമ്മുടെ ഓരോ സെക്ഷനും തന്നെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു. ആ സമയം തീർച്ചയായിട്ടും അതിനെ മൊമെന്റം കൊണ്ട് GST ഒക്കെ കട്ടെല്ലാം വരുന്ന സമയത്ത് തന്നെ അതിന്റെ സെയിൽസിലെല്ലാം ഷാർപ്പായിട്ടുള്ള വർധന ഉണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ച് അതിന്റെ സ്റ്റോക്സിന്റെ മൂവ്മെന്റ്സും നമുക്ക് പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് ഒരു ലെവൽ 750 എബോ ഇതൊരു 1000ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അത് ഇപ്പോഴല്ല, ഞാനൊരു ലോങ് റേഞ്ച് വ്യൂയിലേക്ക് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമുക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇമ്മീഡിയറ്റ്ലി സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, 650 സപ്പോർട്ട് ഇമ്മീഡിയറ്റ് ഉള്ളത്. ബട്ട് ഇതൊരു ലോങ് റേഞ്ച് ട്രേഡിംഗ് ഡിസിഷന്റെ ഭാഗമാണ്. ഇന്ന് SBI ലൈഫാണ് ഏറ്റവും അധികം ലാഗ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക്. 1% കൂടുതൽ തന്നെ SBI ലൈഫിൽ നമുക്കൊരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. SBI ലൈഫിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? ഇതൊരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വോളിയം വളരെ കുറഞ്ഞ ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ താഴോട്ട് വരാനുള്ള ഒരു സാധ്യത ഇമ്മീഡിയറ്റ് കാണുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറക്റ്റീവ് മൂവ്മെന്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് നല്ലൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 1640 ലെവലിലാണ്, കുറച്ച് താഴെയാണ്. ഒന്ന് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഡിസിഷൻ എടുക്കാവുന്ന ഒരു സ്റ്റോക്സ് ലെവലിലേക്കാണ് ഇത് പോകുന്നത്. ഒരു റൗണ്ടിങ് ടോപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്, ഒരു ടെക്നിക്കലി ഒരു പാറ്റേണിലേക്കാണ് പോകുന്നത്. അപ്പൊ അതൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക. 1620 1640 എന്നുള്ള ലെവലിലേക്ക് അത് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഡിസിഷൻ പറയാൻ വേണ്ടി കഴിയും. അനീഷ് സാർ, മറ്റൊരു സ്റ്റോക്ക് സംവർദ്ധന മദർസനെ കുറിച്ചാണ്. ഇന്ന് 2% കൂടുതൽ നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ബ്രോക്കറേജുകളുടെ വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി JP മോർഗനൊക്കെ തന്നെ ഓവർ വെയിറ്റ് സ്റ്റാൻസ് ആണ്, റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഇതൊരു കൺസോളിഡേറ്റഡ് മൂവ് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു 88 അതേപോലെ തന്നെ 108 എന്നുള്ള ഒരു ലെവലിൽ ഒരു 20 rupees മൂവ്മെന്റ്സിലാണ് കഴിഞ്ഞ ഒരു 6 months ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു മൂവ്മെന്റ്സ് 108 മുകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അതിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും 100 മുകളിലും 108 മുകളിലും ഒക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മുമ്പും അത് നല്ലൊരു മൂവ്മെന്റ്സിൽ നിന്നിരുന്നതാണ്. പഴയ ലെവൽസ് ഒക്കെ ചിലപ്പോൾ റീഗെയിൻ ചെയ്യാനുള്ള സാധ്യത. ഇപ്പോഴത്തെ ലെവലിൽ ഒരു സ്റ്റിക്ക് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 88 ആണ്. ഈ 108 എന്നുള്ള ലെവൽ വാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫർദർ അപ്സൈഡിലേക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഏതായാലും ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഏതെങ്കിലും സെക്ടേഴ്സോ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്സോ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ FMCG സെക്ടറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്. FMCG സെക്ടറിലെ എല്ലാ സ്റ്റോക്സിലും തന്നെ പോസിറ്റീവാണ്.
ഇപ്പോൾ ഡാബർ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു, ഡാബർ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത, ഒരു 100% മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഒനാസ കൺസ്യൂമർ അത് ഒരു കൺസോൾട്ടേഷൻ മൂവിലേക്ക് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും അവിടെ നിന്നൊരു പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പൊ കാണുന്നുണ്ട്. ദെൻ നമ്മൾ ഓട്ടോ സെക്ടറിൽ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോർ പോലുള്ള സെക്ടേഴ്സിൽ വളരെയധികം പോസിറ്റീവ് ആണ് ഇപ്പോഴത്തെ ലെവലിൽ. ദെൻ പുതിയ സെമി കണ്ടക്ടർ പോലുള്ള ബിസിനസ്സിന്റെ സ്റ്റോക്സുകൾ അല്ലെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്സുകളിലൊക്കെ തന്നെ വലിയ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അതിലൊരു കറക്റ്റീവ് ആക്ഷൻസ് വരികയാണെങ്കിൽ അതിലും റീ എൻട്രി ചെയ്യാവുന്ന ഒരു സമയമാണിത്.